ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോറി കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നുമില്ല. എന്താ വെച്ചാൽ പുതിയ വർക്കും കാര്യങ്ങളായിട്ട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി. ഇനി അത്ര വീഡിയോസ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ സാധ്യത കുറച്ച് കുറവാണ്. ബട്ട് ഈ ഒരു വീഡിയോ എന്തായാലും റിയാക്ട് ചെയ്യണം. എന്താ വെച്ചാൽ ഇത് ഫൈനൽ റിയാക്ഷൻ ആയിരിക്കും മിക്കവാറും ഒരാളുടെ. ആരാന്ന് വെച്ചാൽ മിസ്റ്റർ വിജയ്, തലപതി വിജയ്. പുതിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങേര് പൊളിറ്റിക്സിലോട്ട് എൻ്റർ ചെയ്യാണ്. അപ്പൊ ഇതാണ് അങ്ങനെ ലാസ്റ്റ് സിനിമ എന്ന് പറഞ്ഞ ജനനായകൻ. സോ ഇതില് എന്തായാലും പൊളിറ്റിക്സ് കുറെ ഉണ്ടാവും. ഭാവന്ത് കേസറി ഉണ്ട്, ബാലയന്റെ റെഫറൻസ് ബാലയന്റെ റെഫറൻസ് ഇല്ല, ബാലയന്റെ സിനിമയാണ്. കോപ്പി എന്നും പറഞ്ഞിട്ടില്ല, കോപ്പി അല്ല എന്നും പറഞ്ഞിട്ടില്ല. വിജയന്റെ സിനിമയാണ്, നിങ്ങൾ തിയേറ്ററിൽ പോയി നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൽ പോയാണോ പിന്നെ ട്രെയിലറിൽ ഈ ഭഗവന്ത് കേസറിന്റെ വല്ല റെഫറൻസോ വല്ല ഉണ്ടോ എന്തോ നോക്കട്ടെ. ഞാൻ ഈ സിനിമ ഒരു വട്ടം കണ്ടില്ല, സീൻസ് ഒന്നും അത്ര ഓർമ്മയില്ല. പക്ഷെ എന്നാലും നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. പക്ഷെ ഇതിൽ എന്തായാലും പൊളിറ്റിക്കൽ റെഫറൻസ് ഉണ്ടാവും, എന്തെങ്കിലും ആ ഒരു പാർട്ടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മള് എന്തായാലും കുറച്ച് സീനാണ് ലാസ്റ്റ് സിനിമ എന്നൊക്കെ പറയുമ്പോഴേ കുറച്ച് ടാസ്ക് ആണ്. നോക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ വരുവോ, വരാണ്ട് പോവോ, എന്താ വല്ല ക്യാമിയോ പോലെ, വല്ല ലിയോ ടു ലോകേഷ് കനകരാജിന്റെ ലിയോന് പോലത്തെ വല്ല ക്യാമിയോ പോലെ വരുമോ ഒന്നും അറിയില്ല. എൽസി ഒക്കെ ക്യാമിയോ ഇല്ല എന്താന്നൊന്നും അറിയില്ല. പക്ഷെ ഇതാണ് ലാസ്റ്റ് സിനിമ കണ്ടിട്ട് ഫൈനലൈസ് ചെയ്തു. ഇനി അങ്ങനെ തിരിച്ചു വരില്ല എന്ന് ആണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത്. പൊളിറ്റിക്സ് കയറി കഴിഞ്ഞ ചങ്ങായി തിരിച്ചു വരില്ല എന്നാ പറയുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്, ഒരു മണിക്കൂറായി. ഓക്കെ ഗൈസ്, ഞാൻ എന്താ അപ്ലോഡ് ചെയ്യാൻ വൈകിട്ടാവും. റൂമിൽ പോയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാലും നമുക്ക് ഒരുപാട് സമയം കിടക്കാണ്ട് ജനനായകൻ വിജയ്, തലപതി വിജയിന്റെ ലാസ്റ്റ് സിനിമ ട്രെയിലർ കാണാം. സ്റ്റാർട്ട് ചെയ്യാം. ഈ പൊങ്കലിന് റിലീസ് ആവുന്ന തോന്നുന്നു. അങ്ങനെ നമുക്ക് ട്രെയിലർ തൊട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ஓகே, பெருசு ஒரு பேர் அனுப்பிச்சிருங்க. அவன் யார் என்னன்னு விசாரிச்சு சொல்ல. തലപതി വെട്രിക്കൊണ്ടാൻ TVK. അവിടെ തന്നെ റെഫറൻസ് ആട്ടെ തൊട്ടല്ല. சம்பவம் பண்றவனு கேள்விப்பட்டிருப்ப, அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? മണ്ടാരം, ഇതെന്ത് കൊറേ മാസം ഫ്രെയിം നോക്കിക്കോളിൻ ഗൈസ്. ചങ്ങായിന്റെ മറ്റേ പൊളിറ്റിക്കൽ റെഫറൻസ് പക്ക. ഓക്കെ, അടുത്ത് தளபதி എന്റെ മോനെ എന്ത് സാധനം. சம்பவம் சூப்பரா இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்க கூடாது சார். விஜய புலி மாதிரி வளர்க்கும். ഭഗവന്ത് കേസറി സെറ്റ്. പക്ഷെ സെറ്റ് കുഴപ്പമില്ല, നല്ല സ്ക്രീൻ പ്ലേ ഉണ്ട്. അതിനേക്കാളും കുറച്ച് നല്ലതായിട്ട് എക്സ്ട്രാക്ചറായിട്ട് നല്ലൊരു കമേഴ്ഷ്യൽ എലമെന്റ് ആയിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. കുറ്റം പറയുന്നില്ല, നല്ല കഥയാണ് ഭഗവന്ത് കേസറി. ബാലയ വന്ന കാരണം അത് കുറച്ച് ഡൗൺ തന്നെ ഉള്ളൂ. ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഡൗൺ, പക്ഷെ കഥ സെറ്റാണ്. കഥ നല്ലൊരു മോട്ടിവേഷന്റെ കഥയാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഒന്നും കൂടി ബാക്കി പോവാം. இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒழுங்கா கையெழுத்து போடுமா? என் பொண்ணை தொட சொன்னவன் അതേ സാധനം. யாரு? സണ്ണി ഡിയോൾ, Let's play a game. ബോബി ഡിയോൾ. ഇന്നിലിരുന്ന് 30ാമത് നാൾ CG കുറച്ച് വീക്കാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പ്രിയമണി, എന്റെ അമ്മ, ഇത് എന്ത് സാധനം. பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். അതാ மக்களுக்கு நல்லது பண்ற இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட.
மொத்த ஐயோக்கியனுங்களும் உண்ணா ദാ, நிக்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒண்ணும் பண்ண முடியாது. விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு ദാ, இருக்காங்க. കേറവൻ. இப்ப கொன்னா கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, ദാ, മിസൈലൊക്കെ. திரும்பி போற ஐடியாவே ഏ? இல்லை. I am coming. ദാ, 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 ദാ. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா. கொள்ளை அடிக்க கொலை பண்றதுக்கு அரசியலுக்கு வரீங்க. ദാ, ടെർമിനേറ്ററാ. എന്ത് സാധനം? ടെർമിനേറ്ററൊക്കെ വരുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. പണ്ടായി വേണ്ടായിരുന്നു. ലാസ്റ്റത്തെ ഈ സാധനം അവിടെയായിരുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ. ലുക്സ് പ്രോമിസിങ് ആസ് എ കമേഴ്ഷ്യൽ ഫിലിം. നൈസായാൽ കൊള്ളാം. ലോക്കായ ചാമ്പി ഇല്ലെങ്കിൽ ഒന്നും പറയാനില്ല. ലാസ്റ്റ് സിനിമയാണ്, എൻജോയ് ചെയ്യാ. ഇനി അങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങേരുടെ അങ്ങനെ വലിയ ഫേവററ്റ് അല്ല, പക്ഷെ നൈസ് ഒരു കരിസ്മ ഉണ്ട് അങ്ങനെ അടുത്ത്. അത് കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് അങ്ങനെ പൊളിറ്റിക്കൽ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പൊളിറ്റിക്കലായിട്ടും വലിയ എനിക്ക് വലുതായിട്ട് പൊളിറ്റിക്കലായിട്ട് ഇതില്ല. പക്ഷെ അത് അങ്ങനെ സ്പീച്ച് കാണാൻ നൈസാണല്ലോ, അത് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ പൊളിറ്റിക്കൽ സ്പീച്ച് കാണാൻ മാത്രം ഞാൻ പൊളിറ്റിക്സിൽ ഇപ്പോ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രോളാണ്, കുറെ റോസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നൈസായിട്ട് പോകണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതന്നെ പൊളിറ്റിക്സിനുള്ള പോണ്ട. ലാസ്റ്റ് സിനിമ സെറ്റ് ആയിരിക്കും തോന്നുന്നു. എന്തായാലും നോക്കാം. വെയിറ്റിംഗ് ഫോർ തലപതി. Okay guys, see you in the next video. Until then, bye. Bye.